എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലെ മോഷണത്തിൽ പ്രതികൾ അറസ്റ്റിൽ. വീട്ടിലെ പാചകക്കാരി ശാന്ത, ബന്ധു പ്രകാശൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 വർഷത്തിനിടെയായിരുന്നു ഈ മോഷണം നടന്നത്. കൂടുതൽ സ്വർണം കവർന്നത് കഴിഞ്ഞ മാസമാണ്. പ്രതികരണം കേൾക്കാം. ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ കട്ട് ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നടത്തിയതുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ നമുക്ക് അതിനകത്തില്ല. അത് വളരെ ക്ലിയർ ആണ്. റിക്കവറി നമുക്ക് പൂർണ്ണമായിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇനി നടത്താനുണ്ട്. പ്രതികളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പുറത്ത് കസ്റ്റഡിയിൽ വാങ്ങിയതാണ്. മോഷണ കാരണം അവരുടെ പണത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ കെ വിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. രാഹുൽ, ആസൂത്രിതമായി തന്നെ നടന്ന ഒരു മോഷണം എന്നാണോ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്നത്? 4 വർഷത്തിനിടെ ആണ് ഇത്തരത്തിൽ വലിയ അളവിൽ തന്നെ 26 പവനോളം സ്വർണം കവർച്ച നടത്തുന്നത്. ഈ കവർച്ച സ്വർണം അത് തിരിച്ചു പിടിക്കുന്നതിനടക്കമുള്ള നടപടികൾ, പ്രതികളുടെ മറ്റ് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതൊക്കെ എന്താണ്? പ്രജീഷ്, ദീർഘമായ കാലയളവിൽ നടന്ന മോഷണം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലെ പാചകക്കാരിയായി ജോലി ചെയ്യുകയാണ് പ്രതിയായ ശാന്ത. ഇപ്പോൾ 4 വർഷത്തിനിടെയാണ് മോഷണം നടക്കുന്നത്. ആദ്യം കുറച്ചളവിൽ മാത്രം ആഭരണങ്ങൾ വിറ്റു. രണ്ടാം പ്രതിയായ പ്രകാശൻ ശാന്തയുടെ ഒരു അകന്ന ബന്ധുവാണ്. വീട്ടിൽ നിന്ന് സ്വർണം ശാന്ത മോഷ്ടിക്കുന്നു. അത് വിൽക്കുന്നതിന് വേണ്ടി പ്രകാശനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. കഴിഞ്ഞ മാസമാണ് വലിയ അളവിൽ സ്വർണം കവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് എം.ടിയുടെ കുടുംബത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതായത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ്. അത് പരിശോധിക്കുന്നതിനിടെ ഇത്രയും 26 പവൻ സ്വർണത്തിൻ്റെ കുറവ് മനസ്സിലാക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അലമാര തകർക്കുകയോ അല്ലെങ്കിൽ വീടിനകത്ത് എവിടെയും മോഷ്ടാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആരെങ്കിലും കയറിയതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് ആ വീടുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകം ഫിംഗർ പ്രിൻറ്റും അതുപോലെ ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി വീട്ടിൽ പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പോലീസ് കേസെടുത്ത വീട്ടിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോഴും അവിടെ ജോലിയിൽ ശാന്ത ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പിന്നീട് അവരുടെ സ്വഭാവത്തിലടക്കം പെരുമാറ്റത്തിലടക്കം സംശയങ്ങൾ തോന്നിയതോടുകൂടിയാണ് ശാന്തയെ ഈ കേസിൻ്റെ പരിധിയിലേക്ക് കൂടുതലായി പോലീസ് കൊണ്ടുവരുന്നത്. വീട്ടിൽ വെച്ച് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഏതായാലും 26 പവൻ സ്വർണവും വിൽപ്പന നടത്തിയെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കുറ്റം ചെയ്തതായി സമ്മതിച്ചു. കോഴിക്കോട് നഗരത്തിൽ തന്നെ സ്വർണം വിൽപ്പന നടത്തിയതായി അവർ സമ്മതിക്കുകയും ചെയ്തു. ഏതായാലും ഈ വിറ്റ സ്വർണം കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷേ അത് വിറ്റ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും വിൽപ്പനയ്ക്കായി പോയി എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത 24 മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഏതായാലും നടക്കാവ് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രജീഷ്.